നമസ്കാരം. ഇമേജറ്റ് എഡിറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അൽഫാൻ. ഇന്നത്തെ വീഡിയോ അഡോബ് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷനാണ്. എൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഡോബ് ഫോട്ടോഷോപ്പ്, ഈ പേര് കേൾക്കാത്ത മലയാളികൾ ചുരുക്കം ചിലരെ കാണത്തുള്ളൂ. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സോഫ്റ്റ്വെയറാണ് അഡോബ് ഫോട്ടോഷോപ്പ്. അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. 1987 ഫോട്ടോഷോപ്പിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അമേരിക്കയിലെ മിഷിഗൺ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന തോമസ് നോൾ തൻ്റെ ആപ്പിൾ മാക്കിൻടോഷ് പ്ലസിൽ മോണോക്രോം ഡിസ്പ്ലേയിൽ ഗ്രേസ്കെയിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം വികസിപ്പിക്കാൻ തുടങ്ങി. ഡിസ്പ്ലേ എന്നായിരുന്നു ഈ സോഫ്റ്റ്വെയറിന് പേര് നൽകിയത്. ഈ സോഫ്റ്റ്വെയർ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ജോൺ നോളിനെ ഏറെ ആകർഷിച്ചു. ജോൺ നോൾ ആ കാലഘട്ടത്തിൽ ചലച്ചിത്ര മേഖലയിൽ സ്പെഷ്യൽ ഇഫക്ട്സ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം തോമസിനോട് ഈ സോഫ്റ്റ്വെയറിനെ ഒരു പൂർണ്ണ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാക്കി മാറ്റാൻ നിർദ്ദേശിച്ചു. ജോൺ നോളിൻ്റെ പൂർണ്ണ പിന്തുണയോടെ തോമസ് നോൾ പഠനത്തിൽ നിന്നും 6 മാസത്തെ ഇടവേളയെടുത്ത് പ്രോഗ്രാം വികസിപ്പിക്കാൻ തുടങ്ങി. തോമസ് ഈ പ്രോഗ്രാമിന് ഇമേജ് പ്രോ എന്നാണ് ആദ്യം പേര് നൽകിയത്. എന്നാൽ ഈ പേര് ഇതിനോടകം തന്നെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് തോമസ് ഈ പ്രോഗ്രാമിന് ഫോട്ടോഷോപ്പ് എന്ന പേര് നൽകി പുനർനാമകരണം ചെയ്തു. ആ സമയത്ത് ജോൺ നോൾ സിലിക്കൺ വാലിയിൽ പോയി ആപ്പിളിലെ എഞ്ചിനീയർമാർക്കും അഡോബിയിലെ ആർട്ട് ഡയറക്ടറായ റസൽ ബ്രൗണിനും ഈ പ്രോഗ്രാമിൻ്റെ പ്രദർശനം നൽകി. ഈ 2 പ്രദർശനങ്ങളും വളരെ വിജയകരമായിരുന്നു. അഡോബി ഈ സോഫ്റ്റ്വെയറിനെ വിതരണം ചെയ്യുന്നതിനുള്ള ലൈസൻസ് കരസ്ഥമാക്കി. 1990 ഫെബ്രുവരി 19 അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ ആദ്യ പതിപ്പ് ആപ്പിളിൻ്റെ മാക്കിൻടോഷിനായി മാത്രം പുറത്തിറക്കി. ആദ്യ പതിപ്പിൽ വിപുലമായ കളർ എഡിറ്റിംഗ് സവിശേഷതകൾ ഇല്ലാതെയാണ് ഇത് പുറത്തിറങ്ങിയത്. തുടർന്ന് വന്ന ഓരോ പതിപ്പിലും നിറം കൈകാര്യം ചെയ്യുന്നത് സാവധാനത്തിൽ മെച്ചപ്പെടുകയും ഡിജിറ്റൽ കളർ എഡിറ്റിങ്ങിൽ ഫോട്ടോഷോപ്പ് വളരെ വേഗം തന്നെ വ്യാവസായ നിലവാരവുമായി മാറുകയും ചെയ്തു. ഫോട്ടോഷോപ്പ് തുടക്കത്തിൽ ആപ്പിളിൻ്റെ മാക്കിൻടോഷിൽ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. ഏതൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ വളർച്ചയ്ക്കു പിന്നിൽ 10 അല്ലെങ്കിൽ 25% ഇന്ത്യക്കാരുടെ അധ്വാനമുണ്ട്. 1993 അഡോബിൻ്റെ ചീഫ് സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റായിരുന്നു ചെന്നൈ സ്വദേശിയായിരുന്ന സീതാരാമൻ നാരായണൻ. അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് വിൻഡോസിലേക്ക് പോർട്ട് ചെയ്തു. ആ സമയത്ത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആഗോളതലത്തിൽ വർദ്ധിച്ചതിനാൽ ഫോട്ടോഷോപ്പിൻ്റെ പ്രചാരം വർദ്ധിക്കുന്നതിന് വിൻഡോസ് പോർട്ട് സഹായമായി. സീതാരാമൻ നാരായണനെ അഡോബ് ഫോട്ടോഷോപ്പ് വേൾഡ് കോൺഫറൻസ് ഫംഗ്ഷനിൽ വെച്ച് ഹോൾ ഓഫ് ഫെയിമായി തിരഞ്ഞെടുക്കുകയും പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു. 1995 മാർച്ച് 31 ജോൺ നോൾ, തോമസ് നോൾ എന്നിവരിൽ നിന്നും ഫോട്ടോഷോപ്പിനുള്ള പൂർണ്ണ അവകാശം $34 ദശലക്ഷം അഡോബി സ്വന്തമാക്കി. അതിലൂടെ തന്നെ റോയൽറ്റി കൊടുക്കുന്നതിനുള്ള അവകാശം അവർക്ക് ഒഴിവാക്കാനായിട്ട് സാധിച്ചു. ഓരോ വർഷം കൂടുന്തോറും അത്യാധുനിക ഫീച്ചറുകൾ ഉൾപ്പെടുത്തി അഡോബി ഫോട്ടോഷോപ്പിൻ്റെ പുതിയ വെർഷനുകൾ അഡോബി റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് വെർഷനാണ് അഡോബി ഫോട്ടോഷോപ്പ് 2022.